ഹല്ലേലൂയ. ക്രിസ്തുവിൽ ഒരിക്കൽ കൂടെ ഏവർക്കും സ്നേഹ വന്ദനം. 23-ാം സങ്കീർത്തനത്തിൽ നിന്ന് നാം ചിന്തിക്കുമ്പോൾ ഇതിന്റെ 4-ാം വാക്യത്തിൽ വീണ്ടും അവിടെ കാണുവാൻ കഴിയുന്നത്, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു എന്നാണ് സങ്കീർത്തനക്കാരൻ പാടുന്നത്. റോഡ് ആൻഡ് സ്റ്റാഫ്. ഇവിടെ വടി 2 കാര്യത്തിന് വേണ്ടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഒന്ന്, അത് തിരുത്തലിന് വേണ്ടിയാണ്. ആടുകള് പലപ്പോഴും അത് കൂട്ടം വിട്ടു പോവുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്വഭാവം അതിനുണ്ട്. അപ്പോൾ അതിനെ നേരായ പാതയിലേക്ക് കൊണ്ടുവരുവാൻ തിരുത്തലിന് വേണ്ടി വടി ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 89-ാം സങ്കീർത്തനത്തിന്റെ 32-ല്, ഞാൻ അവരുടെ ലംഘനത്തെ വടി കൊണ്ടും അവരുടെ അകൃത്യത്തെ ദണ്ഡനം കൊണ്ടും സന്ദർശിക്കും എന്നാണ് ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ അവിടെ സങ്കീർത്തനക്കാരൻ പാടിയിരിക്കുന്നത്. അഥവാ പ്രവചനാത്മാവിൽ ആ കാര്യം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. സദൃശവാക്യങ്ങൾ 10-13 ഇപ്രകാരം പറയുന്നു, വിവേകിയുടെ അധരങ്ങളിൽ ജ്ഞാനമുണ്ട്, ബുദ്ധിഹീനന്റെ മുതുകിനോ വടി കൊള്ളാം എന്നാണ് പറയുന്നത്. വിവേകിയുടെ അധരങ്ങളിൽ ജ്ഞാനമുള്ളപ്പോൾ ബുദ്ധിഹീനന്റെ മുതുകിന് വടി, അവനെ തിരുത്തേണ്ടതിന് വേണ്ടി. അതാണ് അവിടെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. സദൃശവാക്യങ്ങൾ 22-15 പറയുമ്പോൾ, ബാലന്റെ ഹൃദയത്തോട് ഭോഷത്വം പറ്റിയിരിക്കുന്നു, ശിക്ഷയ്ക്കുള്ള വടി അതിനെ അവനിൽ നിന്ന് അകറ്റിക്കളയും എന്നും പറയുന്നതും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. മറ്റനേക കാര്യങ്ങൾ തിരുത്തലിനോടുള്ള ബന്ധത്തിൽ നമുക്ക് ദൈവവചനത്തിൽ കാണാവുന്നതാണ്. അപ്പോൾ ഇവിടെ തന്റെ ആ ആടുകളെ ഇടയൻ കൂട്ടം വിട്ടു പോകാതിരിക്കുവാൻ, അഥവാ നേരായ പാതയിൽ നടത്തുവാൻ, വിശ്വാസികൾ പലപ്പോഴും ദൈവസന്നിധിയിൽ നിന്ന് പിന്മാറിപ്പോകുവാനൊക്കെയുള്ള അനേക സാധ്യതകൾ ഈ ലോകത്തുണ്ട്. അപ്പോൾ ചെറിയ ചെറിയ ബാലശിക്ഷകൾ തന്ന് തന്റെ ജനത്തെ നല്ല ഇടയൻ തന്നോട് ചേർത്ത് ആ തിരുത്തി കൊണ്ടുപോകുന്നതിന് വേണ്ടി പലപ്പോഴും ഈ വടി വിശ്വാസികളോടുള്ള ബന്ധത്തിലും ഉപയോഗിക്കുന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വീണ്ടും നാം ചിന്തിച്ചാൽ, മോശയുടെ കയ്യിൽ ഒരു വടിയുണ്ടായിരുന്നു പുറപ്പാട് പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ആ ഭാഗങ്ങളിൽ. എന്നാൽ ഇന്നത്തേതിൽ മോശയോട് ദൈവം അത് താഴെയിടുവാനും അതൊരു സർപ്പമായി തീരുന്നതും, പിന്നീട് ദൈവം ആ മോശയോട് കൽപ്പിച്ചു അതിന്റെ വാലിന് പിടിച്ച് എടുക്കുവാൻ, അത് വീണ്ടും വടിയാകുന്നു. എന്നാൽ പിന്നത്തേതിൽ അതിനെ മോശയുടെ വടിയെന്നല്ല, ദൈവത്തിന്റെ വടിയെന്നാണ് നാം ആ പുറപ്പാട് പുസ്തകത്തിൽ പല ഭാഗത്തും കാണുന്നത്. ആ വടിയുമായിട്ട് മോശ പോയപ്പോഴാണ് ഫറവോന്റെ മുമ്പിൽ അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കേണ്ടതിന് വേണ്ടി ദൈവം ശക്തീകരിച്ച് ഉപയോഗിച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. താൻ വടിയെടുത്ത് കൈ ചെങ്കടലിൽ നീട്ടിയപ്പോൾ ചെങ്കടൽ 2ആയി വിഭാഗിക്കപ്പെടുന്നതും മറ്റു 10 ബാധകൾ ഉണ്ടാകുമ്പോഴെല്ലാം അവിടെയെല്ലാം പല സന്ദർഭങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ളതുമെല്ലാം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 32-10 പറയുമ്പോൾ അവിടെ യാക്കോബ് പറയുകയാണ്, ആ ഒരു വടിയോടുകൂടെ മാത്രമല്ലോ ഞാൻ ഈ യോർദാൻ കടന്നത്, ഇപ്പോഴോ 2 കൂട്ടമായിരിക്കുന്നു. ദൈവം എന്നോട് ചെയ്ത ആ കരുണയ്ക്ക് ഞാൻ അപാത്രമത്രേ തുടങ്ങിയ കാര്യങ്ങളാണ് യാക്കോബിനോട് പറയുവാനായിട്ട് ഉള്ളത്. എബ്രായ ലേഖനം 11-21 വീണ്ടും നമുക്ക് കാണുവാൻ കഴിയുന്നത് അവിടെ ഇപ്രകാരമാണ്, വിശ്വാസത്താൽ യാക്കോബ് മരണകാലത്തിങ്കൽ യോസേഫിന്റെ മക്കളെ 2 അനുഗ്രഹിച്ച് തന്റെ വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട് നമസ്കരിക്കുകയും ചെയ്തു എന്നാണ്. ആ ലേഖനത്തിൽ വിശ്വാസവീരന്മാരുടെ പട്ടിക മുഴുവനും എഴുതി തീർക്കുവാൻ പോലും സ്ഥലമില്ലാതിരുന്നപ്പോൾ യാക്കോബിന്റെ കയ്യിലിരുന്ന ആ വടിയുടെ കാര്യം അവിടെ പരാമർശിക്കുകയാണ്. ദൈവം നടത്തിയ വിധങ്ങൾ. ഈ വടി എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അരുമനാഥൻ തന്നെ നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ നടത്തുന്ന വിധങ്ങളാണ്. അതേപോലെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ നാം ദൈവസന്നിധിയോട് അടുത്ത് ചെല്ലുമ്പോൾ
നമ്മെ നടത്തുന്ന വിധങ്ങളാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ അതേ വടിയും കോലുമുണ്ട്. കോല് പലപ്പോഴും ഈ ആടുകൾക്ക് വേണ്ടുന്ന വൃക്ഷത്തിൽ നിന്ന് അതിന്റെ ചില്ലകൾ ഒടിച്ചിട്ട് കൊടുക്കുവാനും, അതേപോലെ ശത്രു ആക്രമിക്കുവാൻ കടന്നു വരുമ്പോൾ അതിനെ കീഴടക്കുവാനും ഒക്കെ ആയിട്ട് ഇടയൻ അത് ഉപയോഗിക്കുകയാണ്. ഒരുപക്ഷെ ആട് കുഴിയിൽ വീണുപോയാൽ അവിടുന്ന് പൊക്കിയെടുക്കുവാനും ഒക്കെ ഈ നീളമുള്ള കോല് താന് ഉപയോഗിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങനെ പ്രിയമുള്ളവരെ, നമ്മുടെ സംരക്ഷണത്തിനു വേണ്ടിയും അതേപോലെ നമ്മളെ തിരുത്തേണ്ടതിനു വേണ്ടിയും അരിമനാഥൻ തന്നെ നമ്മോട് കൂടെ ഇരുന്ന് നടത്തുന്ന വിധങ്ങളാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ പാടുന്നത്. നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. ഒരിക്കലും അത് നമ്മെ മുടിച്ചു കളയുവാനല്ല, തകർത്ത് കളയുവാനല്ല, പ്രത്യുത ആശ്വാസത്തിനും സംരക്ഷണത്തിനുമാണ് എന്ന് ഒരു ദൈവ പൈതലിനോടുള്ള ബന്ധത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയാണ്. അതേ നല്ല ഇടയന്റെ കൈക്കീഴിൽ ഒരു നല്ല കുഞ്ഞാടായി ഏൽപ്പിച്ചു കൊടുക്കാം. തിരുത്തലുകൾ ആവശ്യമായി വരുമ്പോൾ അത് സന്തോഷത്തോടെ ഏറ്റെടുക്കാം, ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാർ. ബാലശിക്ഷ നൽകുമെന്നപ്പരെങ്കിലും ചേലെഴുന്ന സ്നേഹം കുറഞ്ഞു പോയിടാം. ബാലശിക്ഷ നൽകുമെന്നപ്പനെങ്കിലും ചേലെഴുന്ന സ്നേഹം കുറഞ്ഞു പോയിടാം. നന്മയെ തൻകരം നൽകുമെൻ ഈശനെ എൻ മനം വിശ്രമം നേരിടും. നന്മയെ തൻകരം നൽകുമെൻ ഈശനെ എൻ മനം വിശ്രമം നേരിടും. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. മോക്ഷയാത്രയാണിത് ഞാൻ നടപ്പത്, കാഴ്ചയാലയല്ല വിശ്വാസത്താലയാൽ. മോക്ഷയാത്രയാണിത് ഞാൻ നടപ്പത്, കാഴ്ചയാലയല്ല വിശ്വാസത്താലയാൽ. വീഴ്ചകൾ താഴ്ചകൾ വന്നിടും വേളയിൽ രക്ഷകൻ കൈകളിൽ താങ്ങിടും. വീഴ്ചകൾ താഴ്ചകൾ വന്നിടും വേളയിൽ രക്ഷകൻ കൈകളിൽ താങ്ങിടും. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. ഭാഗ്യം ഉണ്ട് ക്രിസ്തുവിൽ. ലോകമേത് യോഗ്യം അല്ലെനിക്കതാൽ ശോകമില്ല ഭാഗ്യം ഉണ്ട് ക്രിസ്തുവിൽ. നാഥന് മുൾമുടി നൽകിയ ലോകമേ നീ തരും പേരെനിക്കെന്തിനാ. നാഥന് മുൾമുടി നൽകിയ ലോകമേ നീ തരും പേരെനിക്കെന്തിനാ. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ